ഇതിന്റെ ശിഖരങ്ങൾ പോയി പതിച്ചിരിക്കുന്നത്. എനിക്കൊരു പിടിയില്ല. ഇനി അവർ വന്നാലേ അറിയുള്ളൂ ആ ശിഖരം വല്ലതും പോയി ഇതിന്റെ റൂഫിന് എന്തെങ്കിലും പറ്റിയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് ഇവരുടെ പ്രോപ്പർട്ടിയിലുള്ളതല്ല കേട്ടോ. ഇതിന്റെ ബാക്കില് കാണാൻ പറ്റുമായിരിക്കും ഒരു ചെയറൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ ഒരു ടെന്റ് പോലെയൊക്കെ അടിച്ചത്. ബോയ്സ് ആൻഡ് ഗേൾസ് ക്ലബ് എന്ന് പറയണ ഒരു സ്കൂള് പോലത്തെ ഒരു സംഗതിയാണ്. പ്രീ സ്കൂള് ഉണ്ട്, ആഫ്റ്റർ സ്കൂളുണ്ട്, അങ്ങനെ ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ വീടായിരുന്നു ഇതും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു 8 വർഷം മുന്നേ ഈ വീട് ആ സ്കൂളുകാരിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഈ സംഗതി ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ? ഈ ഇലക്ട്രിക് പോസ്റ്റ് വരെയാണ് അവരുടെ പ്രോപ്പർട്ടി, എൻ്റെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ മരം വീണിരിക്കുന്നത് അപ്പുറത്തെ പ്രോപ്പർട്ടി എന്നാണ്. അപ്പോൾ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട, ഇവരുടെ ഇൻഷുറൻസ് ടച്ച് ചെയ്യില്ല. സ്കൂളുകാരുടെ ഇൻഷുറൻസ് ആയിരിക്കും ഇതിന്റെ കേടുപാടുകളൊക്കെ തീർത്തു കൊടുക്കുന്നത്. എനിവേ ഇത് കണ്ടപ്പോൾ ഒരു വിഷമം, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈ മുകളിലെ വീണ ശിഖരം വെറുതെ സ്മോൾ ശിഖരങ്ങളായിരിക്കണേ എന്ന്. കാരണം അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമിന്റെ അവിടേക്കാണ് ഇതൊക്കെ പോകുന്നത്. അപ്പം ഞാൻ മനഃപൂർവ്വം അതിൻ്റെ അകത്ത് കയറി നോക്കാൻ എനിക്ക് പോയി. അപ്പം ഞാനിത് ഫോട്ടോ എടുത്ത് അവരെ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, താക്കോല് വേണ്ട, ഗരാജിന്റെ നമ്പർ ഇട്ട് അതുവഴി കയറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് കയറില്ല. സോ എന്തായാലും അവർ 2 ദിവസം കഴിയുമ്പോൾ വരും. അപ്പം ഞാൻ പറഞ്ഞു ഇനി 2 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ്. അപ്പം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നവരെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. അത് വന്നു കേട്ടോ, നെക്സ്റ്റ് ഡേ തന്നെ വന്നു. പക്ഷെ എങ്കിലും ഒരു നിരീക്ഷണം നോക്കിയപ്പോൾ വെറുതെ ബ്രാഞ്ചസ് ആണ് നമ്മുടെ അതിന്റെ റൂഫിൽ പോയി വീണിരിക്കുന്നത്. റൂഫിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എനിവേ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ വന്ന് ഈ മഴയില്ലാത്തപ്പോൾ, ഞാൻ ഈ 2-3 ദിവസം വരാതിരുന്നത് തന്നെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മഴയൊക്കെ ഒരു 10-15 മിനിറ്റ്സ് നിൽക്കും, പിന്നെ അങ്ങ് പോകും, പിന്നെയും വരും പോകും. നാട്ടിലെ പോലെ ഇങ്ങനെ ഒത്തിരി നേരം നിൽക്കില്ല. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മഴ എന്താ പറയാ, കുറെ നേരം നിന്നു. പിന്നെ ഈ 2-3 ദിവസത്തിന് മുന്നേ വന്ന മഴയാകട്ടെ, അതും ഇങ്ങനെ കുറേ അധികം നേരം നിന്ന് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ വരാതിരുന്നതാ. അങ്ങനെ ഇന്ന് വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. എനിക്കൊരു വിഷമം തോന്നി. അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം എന്ന് കരുതി. ഓക്കെ, അപ്പോ ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ കണ്ടോ എന്തോരം മരങ്ങളാണെന്നറിയോ? എല്ലാ വീടിന്റെയും ചുറ്റിനും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഈ മരം മുറിച്ചു മാറ്റി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാനൊക്കെ ഈ കണ്ടോ ഒരു ഭയങ്കര മരം നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ മുറിച്ചു മാറ്റാൻ തന്നെ $5,000, $6,000, $8,000, $10,000 ഒക്കെ കൊടുക്കണം. എന്നിട്ട് അത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ അത് വേറെയും പൈസ കൊടുക്കണം. അതൊക്കെ കൊണ്ടാണ് ഇവരാരും ഇതൊന്നും വെട്ടിക്കളയാത്തത്. പിന്നെ വെട്ടാതെ നിൽക്കുന്നതിന് തണൽ കിട്ടും, കാറ്റ് കിട്ടും, തണുപ്പ് കിട്ടും. അതൊക്കെ കൊണ്ടും കൂടിയാണേ. അപ്പം ഞാനിനി എൻ്റെ വാഹനത്തിൽ കയറി പോവാം.